ഇതേ എൻ്റെ കുരുമുളകാണേ. ഞാൻ ഒരു കുഞ്ഞു മൂട് കുരുമുളകാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടത്. അതായത് ഞങ്ങൾ ഒരിക്കൽ ഫ്ലവർ ഷോ കാണാൻ പോയപ്പോൾ ഒരു 50 രൂപ കൊടുത്ത് ഒരു കുഞ്ഞ് മുളക് നമ്മൾ വാങ്ങി കൊണ്ടുവന്ന് നട്ടതാണ്. ഇതിപ്പോൾ ഇഷ്ടം പോലെ കായ്ച്ചും കിടപ്പുണ്ട്. ഇതാ കണ്ടോ, നിറച്ച് കായ്ച്ച് കിടപ്പുണ്ട്. ഇതിനെല്ലാത്തിലും അത് കാകൾ നിറച്ച് കിടക്കുവാണ്. ഇതാ കണ്ടോ, ഇതാ നോക്കിക്കേ, ഇതാ നിറച്ച് കിടപ്പുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളകെല്ലാം നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതിനിടയ്ക്ക് ഒരു 1/2 കിലോയോളം പറിച്ച് ഉണക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അടുത്ത് വന്ന കുരുമുളകാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെളിയിലൊക്കെ പോകുമ്പോൾ കുരുമുളകിൻ്റെ തൈ കൊണ്ടുവന്ന് വെളിയിൽ വിൽക്കാൻ വച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങി നടാം. കാരണം പറ്റിപ്പൊന്നുമല്ല, ഇത് നല്ലവണ്ണം കിട്ടും കേട്ടോ. ഇതിൽ നിന്ന് വിളവ് നമുക്ക് കിട്ടും. ഈ കുരുമുളകിൻ്റെ തൈ വാങ്ങിയാൽ അത് നഷ്ടമാവത്തില്ല. ചില ചെടികളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഇല്ലാതായി പോകും, ചിലപ്പം കായ്ക്കത്തില്ല, അങ്ങനെയൊക്കെ വരാം. പക്ഷേ കുരുമുളക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഇതാണ്ടോ, നമുക്ക് പെട്ടെന്ന് മീൻ പൊരിക്കാനോ ഒരു പനിയോ ചുമയോ ജലദോഷമോ വരുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും കുരുമുളക് കാണണമെന്നില്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് നട്ടിരുന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് കിട്ടും. ഇപ്പോൾ കുരുമുളകിൻ്റെ വിലയൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഭയങ്കര വിലയാണ്, പൊന്നും വിലയാണ് കുരുമുളകിനുള്ളത്. അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് നമ്മൾ മെനക്കെട്ടാൽ മതി, നമുക്ക് ഇതിനുള്ള ഫലം കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും കുരുമുളകിൻ്റെ തൈ കാണുവാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് എവിടെയെങ്കിലും ഒന്ന് കുത്തിത്താത്തി ഒന്ന് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ബായ്.